അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ആംബുലൻസിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്റർ വരെ വൃക്ക കൊണ്ടുപോയ അരുൺ ദേവ് മാധ്യമങ്ങളെ കാണുന്നു. ആ വീഡിയോയിൽ തന്നെയുണ്ട്. നമ്മൾ ചോദിച്ചിട്ടാണ് ഓടുന്നതും ഈ ഓർഗൻ കൊണ്ടുവന്ന ഡോക്ടർ നമ്മളെ കൂടെ ഓടുന്നുണ്ടായിരുന്നു. രണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു. അതെ അതെ. ഇവിടെ ആരുമില്ലായിരുന്നു. ഇവിടെ സെക്യൂരിറ്റി പോലും അന്ന് നമ്മളവിടെ ആള് കൂടെ നിൽക്കണ കണ്ടുകൊണ്ടാണ് സെക്യൂരിറ്റി തന്നെ അറിഞ്ഞത്. മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ അരുൺ ദേവ് പ്രതികരിക്കുന്നത്. വലിയ അലംഭാവവും ഏകോപനമില്ലായ്മയും ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ആംബുലൻസിൽ വൃക്കയെത്തിയ ശേഷം ആ അവയവം ഓപ്പറേഷൻ തിയേറ്റർ വരെ കൊണ്ടുപോയ അരുൺ ദേവാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അവയവം എത്തുന്ന സമയത്ത് ഇവിടെ മെഡിക്കൽ കോളേജിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് അരുൺ ദേവ് പറഞ്ഞത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ നടപടി സർക്കാർ ശക്തമാക്കിയിരിക്കുന്നത്. 2 ഡോക്ടർമാരെയാണ് ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കുകയും ചെയ്തത്. എല്ലാ ഉത്തരവാദിത്വവും മെഡിക്കൽ കോളേജിലെത്തുന്ന ഓരോ രോഗിയുടെ ജീവനും വിലപ്പെട്ടതാണെന്നും അതിൽ ഉത്തരവാദിത്വം എന്തെങ്കിലും അലംഭാവം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഡോക്ടർമാർക്ക് തന്നെയാണ് എന്നാണ് വീണ ജോർജ് പ്രതികരിച്ചത്. ഇതിൽ വിശദമായ അന്വേഷണം നടത്തി ആർക്കാണ് ഉത്തരവാദിത്വം എന്നത് നോക്കി നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. വലിയ എതിർപ്പ് തന്നെ ഡോക്ടർമാർക്കെതിരായ സസ്പെൻഷനിൽ എതിർപ്പ് ഉയരുന്നുണ്ട്. ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTA-യും ഒപ്പം IMA-യും മന്ത്രിയുടെ നടപടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അവയവം എത്തിച്ച ദൃശ്യങ്ങളാണ്, ആംബുലൻസ് വഴി അവയവം എത്തിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വലിയ വിവാദമാവുകയും വാർത്തയാവുകയും ചെയ്ത പശ്ചാത്തലം കൂടിയാണ് അതിൽ കാരണമൊന്നുമില്ല. അത് വണ്ടി ഇത്ര ലേറ്റായാണ് വണ്ടി വന്നത്. അവിടെ നിന്ന് 11:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 11:30 മണിക്ക് വണ്ടി സ്റ്റാർട്ടായില്ല. വണ്ടി സ്റ്റാർട്ട് 2:30 മണി കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഹോസ്പിറ്റലിലെ സർജറി കഴിഞ്ഞ് ഈ ഓർഗൻ അവിടെ കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് 2:15 വണ്ടി ഇവിടെ തിരിച്ചു 5 മണിയായപ്പോൾ ഇവിടെ എത്തി. അപ്പം വണ്ടി ഓടി വരുന്ന ആ ഒരു ഇതിൽ നോക്കിയപ്പം ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റിക്കാരൊന്നും അലേർട്ടല്ലായിരുന്നു. പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുള്ള് പോലീസിന്റെ ഇതിലായിരുന്നു, പോലീസിന്റെ കീഴിലാണ് ഈ ഓർഗൻ വന്നത്. കാരണം എറണാകുളം തൊട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഈ ആംബുലൻസിന്റെ കൂട്ടായ്മയും സംഘടന എല്ലാം കൂടെ ചേർന്നാണ് ഈ കുറെ ഈ ഒരു സാധനം വൈകിട്ട് 5:15 തിരുവനന്തപുരത്ത് എത്തുന്നത് തന്നെ. അപ്പോൾ വന്ന ആ സ്പീഡിൽ സെക്യൂരിറ്റിമാരും അറിഞ്ഞിട്ടില്ല. ഇത് റിസീവ് ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിലെ അന്നത്തെ ഡോക്ടേഴ്സ് ഇല്ല. അതുകൊണ്ട് നമ്മുടെ എടുത്തുകൊണ്ട് മുകളിലോട്ടങ്ങ് ഓടി. ഒരു ജീവനാണ് അതിൻ്റെ തിരിക്കണമെന്നുള്ളത് കൊണ്ട് എടുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്തത്. അല്ലാതെ വേറെ തെറ്റിദ്ധാരണ കൊണ്ടോ അല്ലാതെ വേറെ രീതിയിലൊന്നും അല്ല നമ്മൾ അത് എടുത്തുകൊണ്ട് ഓടിയത് തന്നെ. ഒരു ജീവനായതുകൊണ്ട് ഒരു ജീവൻ കൊണ്ട് മേളിൽ കൊണ്ട് കൊടുക്കുമ്പം അതൊരു ആംബുലൻസുകാരനെ അതിൻ്റെ ആ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. അത് എത്രയും പെട്ടെന്ന് കൊണ്ട് എത്തിക്കാനുള്ളത്. അതെ അതെ അതെ. അന്ന് സൺഡേ ആയതുകൊണ്ട് ഈ അവർ ഉദ്ദേശിച്ച സമയത്തിന് മുമ്പേ ഇതെങ്ങ് എത്തി. അവരൊരു 6 മണിയായി കഴിഞ്ഞാണ് പ്രതീക്ഷിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു 5 മണിയായി ആയപ്പോഴേ സാധനം കയറി ഇങ്ങ് എത്തി. അതാണ് ഒന്നാമത്തെ ഒരു സംഭവിച്ചു പോയെന്ന് തോന്നുന്നു. അവർക്കുള്ള ആ ഒരു കോർഡിനേഷൻ കറക്റ്റ് അല്ലായിരുന്നു. എവിടെ? ഇല്ല ഇല്ല. നമ്മളവിടെ 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തായിരുന്നു. വെയിറ്റ് ചെയ്തപ്പോഴാണ് ICU എന്നൊരു സ്റ്റാഫ് ഇറങ്ങി വന്നത് മേടിച്ചത്. ഇല്ല ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല അത് ഒരു ആംബുലൻസ് ഡ്രൈവർ ആണെന്നും ഒരു ജീവന്റെ വില എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അതങ്ങ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് ഇതുവരെ ഒരു തെറ്റായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ബാക്കി എന്താണ് എന്ത് വന്നിരുന്നാലും നേരിടാം, അത്രേ ഉള്ളൂ. എനിക്കിത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കോളേജ് 2004 തൊട്ട് ഞാൻ ഇവിടെ കാണാൻ തുടങ്ങിയതാണ്. അപ്പം പല കാര്യങ്ങൾ ഡെയിലി നടക്കുന്നത്. ഇത് മാത്രമാണ് 4 പേര് അറിഞ്ഞു, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ സംഭവങ്ങളും ഒരു ദിവസത്തിൽ ഒരു 16 കേസെങ്കിലും ഇവിടെ നടക്കുന്നുണ്ട്. അന്ന് ഈ സംഭവം നടക്കുന്ന അന്ന് 3 കേസാണ് നടന്നിട്ടുള്ളത്.
ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് കണ്ണൂർ പോകാൻ വണ്ടി ഉണ്ടായിരുന്നു, തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡ് പോകാനും വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ 3 മിഷനാണ് അന്ന് ഒറ്റ നടക്കുന്നത്. അപ്പം നമ്മൾ മാക്സിമം കേന്ദ്രീകരിച്ചെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് മെഡിക്കൽ കോളേജിലോട്ട് വരുന്നത് മാത്രമാണ് ഇത്രയും ആംബുലൻസുകാർ കേന്ദ്രീകരിച്ച് നിന്നത്. അല്ലാതെ വേറെ ദുരുദ്ദേശത്തോടെ ഒന്നും അല്ല ഇത് ചെയ്തത്. ഇല്ല, ഓപ്പറേഷൻ തിയേറ്റർ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ SSBക്കകത്ത് മുതൽ 2-3 തിയേറ്റർ എന്തോ ഉണ്ട്. 2 തിയേറ്റർ എന്തോ ഉണ്ട്. 2 തിയേറ്റർ വന്ന അപ്പോൾ അതിൽ ഏതിലോട്ടാണ് കൊണ്ടുപോകാനെന്നുള്ള ഒരു ചോദ്യം വന്നു. അല്ലാതെ വേറൊന്നുമല്ല. ഒരു കൺഫ്യൂഷൻ പെട്ടെന്ന് വന്നുകൊണ്ടാണ് നമ്മൾ അവിടെ ചോദിച്ചിട്ട്, ആ വീഡിയോയിൽ തന്നെ ഉണ്ട്, നമ്മൾ ചോദിച്ചിട്ടാണ് ഓടുന്നതും. ഈ ഓർഗൻ കൊണ്ടുവന്ന ഡോക്ടർ നമ്മളെ കൂടെ ഓടുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു 2 ഡോക്ടർമാരുണ്ടായിരുന്നു. അതെ. ഇവിടെ ആരുമില്ലായിരുന്നു. ഇവിടെ സെക്യൂരിറ്റി പോലും അന്ന് നമ്മളവിടെ ആൾ കൂടെ നിൽക്കണ കണ്ടുകൊണ്ടാണ് സെക്യൂരിറ്റി തന്നെ അറിഞ്ഞത്. ചെയ്തതിൽ ഒരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്നും ചെയ്തത് തെറ്റായി എന്ന് തോന്നുന്നില്ല എന്നുമാണ് ആംബുലൻസ് ഡ്രൈവർ കൂടിയായ അരുൺ ദേവ് പറയുന്നത്. തങ്ങളുടെ കൂടെ മറ്റ് 2 PG ഡോക്ടർമാർ ഉണ്ടായിരുന്നുവെന്നും ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് ഈ അവയവുമായി 10 മിനിറ്റോളം കാത്തിരിക്കേണ്ടി വന്നുവെന്നും അരുൺ ദേവ് വ്യക്തമാക്കുന്നു. മറ്റു വാർത്തയിലേക്ക്.